ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2017 റിലീസായ കൊറിയൻ ചിത്രമാണ് കോവറ്റ് ഐലൻഡ് ഓഫ് ഡിസയർ. ത്രില്ലർ മൂഡിൽ അവതരിപ്പിക്കുന്ന ഒരു കിടിലൻ ചൂടൻ സിനിമയാണ് ഇത്. ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരായ പിള്ളേർ കാമുകിമാരെയും കൂട്ടി ഒരു ട്രിപ്പ് പോകാനായി പ്ലാൻ ചെയ്യുന്നതായി കാണിക്കുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് പ്ലാനിങ് നടത്തി അവർ ഒരു ഐലൻഡിലേക്ക് പോകാനും തീരുമാനിച്ചു. അവിടെ ഒരു തടാകത്തിനടുത്ത് അവർ എത്തിപ്പെടുന്നു. തുടർന്ന് അവിടെ വിശ്രമിച്ച ശേഷം അവർ അവിടെ അടുത്തതായി കാണാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ഏതാ ഉള്ളതെന്ന് അവിടെ ഒരാളോട് അവർ അന്വേഷിച്ചു. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്ന് കുറച്ച് അകലെ മാറി ഒരു ദ്വീപുണ്ടെന്നും അവിടെ കാണാൻ വേണ്ടി നല്ല കാഴ്ചകൾ ഏറെ ഉണ്ടെന്നും ഒരുപാട് ആൾക്കാർ അവിടെ സ്ഥിരം വന്ന് പോകാറുണ്ട് എന്നൊക്കെ അവർ അയാളിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പോയ അവരെ തടയുന്നു. ഇപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാർ സന്ദർശനത്തിന് വരാറില്ല, അവിടെ വളരെ അപകടം പിടിച്ച സ്ഥലമാണ്, നിങ്ങൾ ആരും അങ്ങോട്ട് പോകരുതെന്ന് അയാൾ അവരോട് പറഞ്ഞു. മാത്രമല്ല യുദ്ധ തടവുകാരെയൊക്കെ അവിടെ പണ്ട് പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞു. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും ഭയപ്പെടുന്നതിന് പകരം അവിടേക്ക് പോകാനായി അവർക്ക് ആകാംക്ഷ കൂടുന്നു. തുടർന്ന് ആ ദ്വീപിലേക്ക് അവർ യാത്ര തുടങ്ങി. അവിടെ പോയവർ ആരും തന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന അയാളുടെ വാക്കിനെ പോലും വകവയ്ക്കാതെ അവർ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങി. ശേഷം അവിടേക്ക് പോകാൻ അവർ ഒരു ബോട്ടിൽ കയറി. എന്നാൽ പോകുന്നത് അങ്ങോട്ടാണെന്നറിഞ്ഞപ്പോൾ ബോട്ടിൻ്റെ ഡ്രൈവറും അവരെ ഒന്ന് വിലക്കി. പക്ഷേ അവരെല്ലാം അതിനെ ഒരു തമാശയായി മാത്രം കണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ശേഷം യാത്ര അവസാനിച്ച് അവർ ആ ദ്വീപിലേക്കെത്തി. അവിടെ ടെൻ്റൊക്കെ കെട്ടി എല്ലാം സെറ്റപ്പ് ചെയ്ത് അവർ താമസവും തുടങ്ങി. ശേഷം അവർ ഓരോ ജോഡികളായി തിരിഞ്ഞ് സ്ഥലങ്ങൾ കാണാനായി പോകുന്നു. ചുറ്റിക്കറങ്ങാനായി പോയ അവർ ടെൻറ്റിൻ്റെ ചുറ്റുപാടിൽ നിന്നും വളരെ അകത്തേക്ക് നടന്നുപോയി. ചിലർ കാടിൻ്റെ ഉള്ളിലേക്കും ചിലർ മലകൾ കയറിയും കാഴ്ചകൾ കാണാൻ പോകുന്നു. ശേഷം പോയവർ അവിടെ വച്ച് തകർപ്പൻ പരിപാടികൾ നടത്താനും മറന്നില്ല. തുടർന്ന് കഥയിലെ ഹീറോയിൻ അവളുടെ കാമുകനുമായി സംഗതികൾ നടത്തുന്ന സമയം കാടിനുള്ളിൽ വച്ച് അവളൊരു രൂപം കണ്ട് ഭയക്കുന്നു. താൻ കണ്ട കാര്യം അവൾ കാമുകനോട് പറഞ്ഞു. പക്ഷേ അവൻ അവിടേക്ക് പോയി തപ്പി നോക്കിയിട്ടും അവിടെ ആരെയും തന്നെ കാണുന്നില്ല. തുടർന്ന് ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധി അവിടെ അരങ്ങേറുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം തിരികെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ ഒരാൾ മരിച്ചതായി അവർ അറിയുന്നത്. ആരോ അവനെ അമ്പ് ചെയ്ത് വകവരുത്തിയത് കണ്ട് എല്ലാവരും ഭയക്കുന്നു. അവൻ്റെ കാമുകി അത് കണ്ട് ഭയന്നു പോവുകയും ആരോ അമ്പ് ചെയ്ത് ഇത് ചെയ്തതാണെന്നും അവൾ മറ്റുള്ളവരോട് പറയുന്നു. ശേഷം ആരാ ഇത് ചെയ്തതെന്നറിയാനായി അവർ അന്വേഷണവും തുടങ്ങുന്നു. അവിടെ മുഴുവൻ അരിച്ചുപറക്കി അന്വേഷണം നടത്തിയിട്ടും അവർക്ക് അവിടെ ആരെയും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ആ ദ്വീപിൻ്റെ ഒരറ്റത്ത് 2 മീൻപിടുത്തക്കാരെ അവർ കണ്ടെത്തുന്നു. അവർ അവിടെ വീട് കെട്ടി താമസിക്കുന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ശേഷം ഈ ഗ്യാങ്ങും അവരുമായി തർക്കങ്ങൾ ഉണ്ടാകുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും തുടങ്ങി. ഒടുവിൽ ആ 2 പേർ ട്രിപ്പിന് വന്ന ആണുങ്ങളെ എല്ലാം തല്ലി പരുവമാക്കുകയും അവരെ കെട്ടിവെക്കുകയും ചെയ്യുന്നു. ശേഷം പെണ്ണുങ്ങൾ അവരോട് അപേക്ഷിക്കാനും അവരുടെ കാമുകന്മാരെ വെറുതെ വിടാനും അവരെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവരോട് കരഞ്ഞു പറയുന്നു. എന്നാൽ അവരെ ഒന്നും ചെയ്യേണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങൾ കഴിയണമെന്ന് അവർ 2 പേരും പറഞ്ഞു. അങ്ങനെ കാമുകന്മാരെ രക്ഷിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെ അവർ ആ 2 പേരുമായി സംഗതികൾ നടത്താൻ തയ്യാറാകുന്നു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ പരിപാടികൾ നടക്കാൻ തുടങ്ങി. ശേഷം എല്ലാം നടത്തിക്കഴിഞ്ഞിട്ടും അവർ 2 പേർ ട്രിപ്പിന് വന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയം യുദ്ധതടവുകാരനായ ഒരാൾ അവിടേക്ക് വരുന്നു. അവൻ ആ 2 ദുഷ്ടന്മാരെയും കൈകാര്യം ചെയ്യുകയും ട്രിപ്പിന് വന്നവരെ അവരിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു. ശേഷം ഈ ചിത്രത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഈ ചിത്രത്തിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത്. ചിത്രത്തിൻ്റെ മുഴുവൻ സ്റ്റോറിയും ട്വിസ്റ്റുകളും ഒപ്പം ത്രില്ലിംഗ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം വളരെ എൻഗേജിംഗ് ആയി കാണാൻ കഴിയുന്നതാണ്. ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലുള്ള വീഡിയോസ് ഇനിയുള്ള കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.